നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഒരു ഗൃഹത്തിന് ചെടികളും വൃക്ഷങ്ങളും പരിപാലിക്കേണ്ട രീതികളെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഏതൊരു ഗൃഹമായാലും 2 ചെടികൾ സാധാരണഗതിയിൽ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. വലിയ ഗൃഹമായാലും ചെറിയ ഗൃഹമായാലും അവരുടെ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള അഭിവൃദ്ധി അനുസരിച്ച് അവരത് ചിലപ്പോൾ അത് ഉദ്യാനമാക്കി എടുക്കാം. മറ്റു ചിലർ കുറച്ച് ചെടികളൊക്കെ വെച്ച് പരിപാലിച്ചേക്കാം. പൂന്തോട്ടം നിർമ്മിക്കുന്നുവെങ്കിൽ ആ പൂന്തോട്ടത്തിനും ഒരു സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട്. കിഴക്കും വടക്കും ആകാമെന്നാണ്. കിഴക്കും വടക്കും ആകാമെന്നാണെന്നുള്ളത് പ്രത്യേകം ഗ്രന്ഥങ്ങളിലൊന്നും വിവരിച്ചിട്ടില്ല. എങ്കിൽ പോലും നമുക്കത് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കിഴക്കും വടക്കുമാണ് ഉദ്യാനം നിർമ്മിക്കാൻ ഉത്തമ സ്ഥാനം. കാരണം മറ്റൊന്നല്ല, ഒരു ഗൃഹത്തിന് കാലിയായ സ്ഥലം കിഴക്കും വടക്കും ആകാമെന്നാണ്. കിഴക്ക് വടക്ക് ഭാഗത്തു നിന്നാണ് നമുക്ക് ഗൃഹത്തിലേക്ക് ആവശ്യമായ എനർജി നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ അതിനാൽ നമുക്ക് കിഴക്കും വടക്കും ഉദ്യാനം നിർമ്മിക്കുന്നതാണ് നല്ലത്. ഉദ്യാനം നിർമ്മിക്കുമ്പോൾ ഏത് ഭാഗത്താണോ അവിടെ കാലിയായ സ്ഥലം രൂപപ്പെടുകയാണ്. അതിനാലാണ് നമുക്ക് കിഴക്കും വടക്കും ആകാമെന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കിഴക്കും വടക്കും ആകാമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് തെക്കും പടിഞ്ഞാറും ദർശനമായ വീടാണെങ്കിൽ നമുക്കവിടെ ഉദ്യാനം കൊടുക്കണ്ടേ. അപ്പോൾ ഏത് ദിക്കിലേക്ക് ദർശനമായ വീടായാലും അതിൻ്റെ പൂമുഖത്ത് നമ്മൾ ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. അപ്പം നമുക്ക് തെക്കും പടിഞ്ഞാറും ദർശനമായ ഗൃഹങ്ങളാണെങ്കിൽ അവിടെ ഒരു ഉദ്യാനം നിർമ്മിക്കുന്നെങ്കിൽ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ കിഴക്ക് ദർശനമായ ഒരു ഗൃഹമാണെങ്കിൽ നമുക്ക് കിഴക്ക് ഭാഗത്ത് പൂന്തോട്ടം നിർമ്മിക്കാം. അവിടെ കാലിയായ സ്ഥലം വരും. അത് നമുക്ക് നല്ലതാണ്. നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള നല്ല എനർജി കിട്ടുന്നതിന് സഹായകരമാകും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഉയരമുള്ള ചെടികളൊന്നും അവിടെ പരിപാലിക്കരുത്. കാരണം നമുക്ക് പ്രഭാത സൂര്യനെ മറയ്ക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകരുതെന്നാണ് ശാസ്ത്രം വിധിച്ചിട്ടുള്ളത്. ഉയരമുള്ള വൃക്ഷങ്ങൾ ഇതൊന്നും കിഴക്ക് ഭാഗത്ത് വരാൻ പാടില്ല. ഉയരമില്ലാത്ത ചെടികളൊക്കെ നമുക്കവിടെ പരിപാലിക്കാം. അതായത് മണമുള്ള പൂക്കളുള്ള സസ്യങ്ങളും അങ്ങനെ മുല്ല, കുറ്റിമുല്ല, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു ചെടികളെ അവിടെ നമുക്ക് പരിപാലിക്കാം. ഉയരമുള്ള ചെടികളും വള്ളിപ്പടർപ്പുകളൊക്കെ ഉള്ള ചെടികളൊന്നും കിഴക്ക് ഭാഗത്ത് പരിപാലിക്കരുതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ കിഴക്ക് ദർശനമായ ഗൃഹമാണെങ്കിൽ അതിൻ്റെ വടക്ക് ഭാഗത്തും നമുക്ക് വേണമെങ്കിൽ പൂന്തോട്ടം നിർമ്മിക്കാം. ജലസാന്നിധ്യം വരുന്ന താമര വളർത്താനായാലും മീൻ വളർത്താനായാലും ആ ഉദ്യാനത്തിൽ നമുക്ക് ചെറിയ കുളങ്ങളൊക്കെ നിർമ്മിക്കും. അപ്പോൾ കിണറിന് പറഞ്ഞിട്ടുള്ള സ്ഥാനത്ത് തന്നെ നമുക്ക് അമ്പൽക്കുളമായാലും താമര വളർത്താനായാലും മീൻ വളർത്താനായാലും നമുക്കവിടെ സ്ഥാനം നിശ്ചയിച്ച് നമുക്ക് ചെറിയ കുളങ്ങൾ നിർമ്മിക്കാം. അതുപോലെ ഉയരമുള്ള പ്രതിമകൾ സ്ഥാപിക്കുക, ചെറിയ ഷെഡുകളൊക്കെ, ചെറിയ വിശ്രമമുറി, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് പൂന്തോട്ടത്തിനകത്ത് പല രീതികൾ ചെയ്യാറുണ്ട്. അതൊന്നും തന്നെ കിഴക്ക് ഭാഗത്ത് പൂന്തോട്ടം നിർമ്മിക്കുമ്പോൾ പാടില്ല. അതുപോലെ വൃക്ഷങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഉയരമുള്ള വൃക്ഷങ്ങൾ പാടില്ല. സൂര്യൻ്റെ പ്രഭാത രശ്മികളെ തടയുന്ന വിധത്തിലുള്ള ഒരു വൃക്ഷങ്ങളും പാടില്ല എന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് വാസ്തുശാസ്ത്രം ഓരോ ദിക്കിനും ഓരോ വൃക്ഷങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. കിഴക്ക് പൂവരിഞ്ഞയും പേരാലുമാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് പൂവരിഞ്ഞയും പേരാലും നമ്മളെ പുരയിടത്തിൽ നമുക്ക് വളർത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിലെ പോലെയുള്ള വലിയ പറമ്പുകളൊന്നുമല്ല. പ്രഭാത സൂര്യനിൽ നിന്നുണ്ടാകുന്ന വിഷാംശത്തെ തടയുന്നതിന് വേണ്ടിയാണ് അവിടെ പേരാലിന് സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ വലിയ പറമ്പുകളായിരുന്നു. വലിയ കൊട്ടാരങ്ങളും അതുപോലുള്ള കൊട്ടാര സദൃശമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയാണ് വാസ്തുശാസ്ത്രം രൂപപ്പെട്ടിട്ടുള്ളത്. അതാണ് അവർ വലിയ പറമ്പുകൾക്ക് വേണ്ടിയാണ് അവിടെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ പൂവരിഞ്ഞിയും പേരാലും ഒക്കെ അവിടെ കിഴക്ക് ഭാഗത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ നമുക്കത് ബുദ്ധിമുട്ട് വരും. തെക്ക് ദർശനമായ ഒരു ഗൃഹമാണെങ്കിൽ തെക്ക് ദർശനമായ ഗൃഹങ്ങളിൽ തെക്ക് വശത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ചെടികളും ചെറിയ ഉദ്യാനമൊക്കെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉദ്യാനത്തിന് എടുക്കുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ കാലിസ്ഥലം
ആ ഗൃഹത്തിൻ്റെ വടക്ക് ഭാഗത്തുണ്ടായിരിക്കണം. കാരണം വടക്കും കിഴക്കുമാണ് ഒരു ഗൃഹത്തിന് കാലിയായ സ്ഥലങ്ങൾ കൂടുതലായി വരേണ്ടത്. അപ്പം ചെറിയ തോതിൽ മാത്രമേ നമുക്ക് തെക്ക് ഭാഗത്ത് ഉദ്യാനം നിർമ്മിക്കാവൂ. അതുപോലെ തന്നെ വള്ളിപ്പടർപ്പുകളും അതുപോലെ ഉയരമുള്ള ചെടികളും ഒക്കെ ആ തെക്ക് ഭാഗത്ത് നമുക്ക് പരിപാലിക്കാം. അവിടെ ജലസാന്നിധ്യം വരുന്ന ഒരു നിർമ്മിതികളും ചെയ്യരുത്. അതായത് നമുക്ക് താമര വളർത്താനോ അമ്പൽ വളർത്താനോ മീൻ വളർത്താനോ ഒക്കെ ഉള്ള ചെറിയ കുളങ്ങളൊന്നും ആ തെക്ക് ഭാഗത്ത് ചെയ്യരുത്. അത് നമുക്ക് അതീവ ദോഷകരമാണ്. അപ്പോൾ തെക്ക് ദർശനമായ ഗൃഹങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കിഴക്ക് ഭാഗത്ത് കൂടി വിശാലമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്ത് കൂടി പൂന്തോട്ടം നമുക്ക് വേണമെങ്കിൽ നിർമ്മിക്കാം. അതുപോലെ വൃക്ഷങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാൻ ഉതകുന്ന പുളി, അത്തി തുടങ്ങിയ വൃക്ഷങ്ങൾ അവിടെ തെക്ക് ഭാഗത്ത് ശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ നമുക്ക് വലിയ വൃക്ഷങ്ങളും അവിടെ പരിപാലിക്കാം. പടിഞ്ഞാറ് ദർശനമായ ഒരു ഗൃഹമാണെങ്കിൽ അവിടെ നമുക്ക് പടിഞ്ഞാറ് വശത്ത് ഉദ്യാനത്തിനെടുക്കുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ കാലിസ്ഥലം കിഴക്ക് ഭാഗത്ത് വേണം. അതായത് കിഴക്കും വടക്കും കൂടുതൽ കാലിസ്ഥലം വേണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ പടിഞ്ഞാറ് വശത്ത് ഉദ്യാനം നിർമ്മിക്കുന്ന സ്ഥലത്തിനേക്കാൾ കൂടുതൽ കാലിസ്ഥലം കിഴക്ക് ഭാഗത്തുണ്ടാകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ കാലിയായ സ്ഥലം കുറവായിരിക്കണം, അവിടെ ഞെരുങ്ങി നിൽക്കണം, അപ്പം ഞെരുക്കമായിരിക്കണമെന്നാണ്. അപ്പം വടക്കും കിഴക്കും കൂടുതൽ കാലിസ്ഥലം ഇടണം, ആ രീതിയിലായിരിക്കണം. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഉദ്യാനം നിർമ്മിക്കുമ്പോൾ ആ ഉദ്യാനത്തേക്കാൾ കൂടുതൽ കാലിസ്ഥലം കിഴക്ക് ഭാഗത്തുണ്ടായിരിക്കണം. അതുപോലെ തന്നെ തെക്കിന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ വലിയ ചെടികളും അതുപോലെ വള്ളിപ്പടർപ്പുകളും ഒക്കെ ഉള്ള ചെടികളൊക്കെ നമുക്ക് അവിടെ പരിപാലിക്കാം. അതുപോലെ പിന്നെ താമര വളർത്താനായാലും മീൻ വളർത്താനായാലും ചെറിയ കുളങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതവിടെ പാടില്ല. പടിഞ്ഞാറ് വശത്തും തെക്ക് ഭാഗത്തും ജലസാന്നിധ്യം വരുന്ന ഒന്നും തന്നെ ഉണ്ടാകരുതെന്നാണ്. അതുപോലെ വള്ളിപ്പടർപ്പുകളൊക്കെ നമുക്ക് തെക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ പരിപാലിക്കാം. പക്ഷേ അത് ഗൃഹത്തിനോട് ചേർന്ന് വരരുത്. അത് നമുക്ക് ഇഴജന്തുക്കളൊക്കെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമാകും. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ശാസ്ത്രം വൃക്ഷങ്ങളെ പരിപാലിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? അരയാലും ഏഴിലമ്പാലയും പടിഞ്ഞാറ് ഭാഗത്ത് പരിപാലിക്കാമെന്ന് പറയുന്നു. അതായത് ഉച്ച കഴിഞ്ഞുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന രീതി ഉതകുന്ന അരയാലും ഏഴിലമ്പാലയാണ് നമുക്ക് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. അപ്പോൾ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ നമുക്ക് ആഞ്ഞിലി, പ്ലാവ് ഇതെല്ലാം തന്നെ നമുക്ക് തെക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ വലിയ വൃക്ഷങ്ങൾ, ഈ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വൃക്ഷങ്ങളും മറ്റു വലിയ വൃക്ഷങ്ങളും തെക്കും പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് പരിപാലിക്കാം. അതുപോലെ വടക്ക് ദർശനമായൊരു ഗൃഹമാണെങ്കിൽ അതിൻ്റെ വടക്ക് ഭാഗത്ത് നമുക്ക് ഉദ്യാനത്തിന് സ്ഥാനം നിശ്ചയിക്കാം. അപ്പോൾ അവിടെ ഈ കിഴക്കിൻ്റെ പറഞ്ഞതുപോലെ തന്നെ കിഴക്കും കുറ്റിച്ചെടികളും, അതായത് മണമുള്ള പൂക്കളുള്ള ചെറിയ ചെടികൾ വടക്കും കിഴക്കും പരിപാലിക്കാം. അതുപോലെ വൃക്ഷങ്ങൾ പറയുന്നത് ഏതാ? നമുക്ക് മാവ്, പുന്ന, ഇത്തി ഇതെല്ലാം വടക്ക് ഭാഗത്ത് പരിപാലിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും വീടിനോടടുത്ത് വരരുത്, ദണ്ഡതിർത്തിക്ക് പുറത്ത് തന്നെ ആയിരിക്കണം. അതേപോലെ ഔഷധ സസ്യങ്ങളൊക്കെ വയ്ക്കാനൊക്കെ ഏറ്റവും ഉത്തമ സ്ഥാനം വടക്ക് ഭാഗത്താണ്. മുൻകാലങ്ങളിൽ നമുക്ക് ഔഷധ സസ്യങ്ങളെല്ലാം ഗൃഹത്തിൻ്റെ വടക്ക് ഭാഗത്താണ് പരിപാലിച്ചിരുന്നത്. കാരണം വടക്ക് ഭാഗത്ത് പരിപാലിക്കുന്ന ഔഷധ സസ്യങ്ങളിൽ നിന്നെടുക്കുന്ന ഔഷധങ്ങളുടെ ഗുണമേന്മ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് കൂടുതലായിരിക്കുമെന്നാണ്. അത് പഴമക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഗൃഹത്തിൻ്റെ വടക്ക് ഭാഗത്താണ് ഔഷധ സസ്യങ്ങൾ പരിപാലിച്ചിരുന്നത്. അതുപോലെ നമുക്ക് വടക്ക് ഭാഗത്ത് മീൻ വളർത്തുന്നതിനോ താമര വളർത്തുന്നതിനോ നമുക്ക് ഫിഷ് ടാങ്കുകളൊക്കെ ചെയ്യാം. അത് കിണറിന് പറഞ്ഞിട്ടുള്ള സ്ഥാനം പോലെ നമ്മൾ ശ്രദ്ധിക്കണം. മുള്ളുള്ള വൃക്ഷങ്ങൾ, അതുപോലെ കാഞ്ഞിരം, താന്നി, കള്ളിപ്പാല ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊന്നും വീടിൻ്റെ പരിസരത്ത് പാടില്ല. ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വൃക്ഷങ്ങളും മറ്റു വലിയ വൃക്ഷങ്ങളും നമുക്ക് തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ പരിപാലിക്കണം. കാരണം ഉച്ച കഴിഞ്ഞിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാൻ ഉതകുന്നതായിരിക്കണം.
കിഴക്കും വടക്കും ഭാഗത്ത് ഉയരമുള്ളതൊന്നും വരാൻ പാടില്ല. കാലിയായ സ്ഥലം കൂടുതൽ വേണം. ജലസാന്നിധ്യം വരുന്ന നിർമ്മിതികളൊക്കെ ആവാം. അതേപോലെ ഭാരം വരരുത്. ഇതെല്ലാം ശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. ചെടികളും വൃക്ഷങ്ങളും പരിപാലിക്കുകയും കാലിയായ സ്ഥലങ്ങൾ, ജലസാന്നിധ്യം ഇതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.